വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്ന് എൻ്റെ ക്രിസ്മസ് പാർട്ടി ഓർഡേഴ്സ് തുടങ്ങുന്ന ദിവസമാണ് ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനു ആണ് ഇന്ന് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് ടുഡേയ്സ് മെനു. ഇന്നത്തെ ഓർഡറിൽ ആദ്യം ഞാൻ ചെയ്തത് സുക്കീനി റോളാണ്. ഇതൊരു 30 പേരുടെ പാക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 4 വലിയ സുക്കീനി വേണ്ടി വരും ഈ ഒരു ഡിഷിന്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള ഓർഡർ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 4 പേരാണുള്ളത്. ഇവരാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് ടീം. നെക്സ്റ്റ് അവർ ഓർഡർ ചെയ്തത് അവക്കാഡോ ആൻഡ് സീ ഫുഡ് സാലഡ്. അപ്പോൾ അതിൻ്റെ ലീവ്സ് വാഷ് ചെയ്ത് സാലഡ് സ്പിന്നർ യൂസ് ചെയ്ത് വാട്ടർ റിമൂവ് ചെയ്ത് വെക്കലാണ് നെക്സ്റ്റ് പണി. ഓരോ ഡിഷും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ടൈം പ്ലാൻ ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഷസ് കൂടുന്തോറും നമുക്കത് കറക്റ്റ് ടൈമിൽ ഡെലിവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതുപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റി ഡിഷസ് ചെയ്യാനായിട്ട് പഠിച്ചതെന്ന്. ബട്ട് അതിന് വേറെ ഒരു വഴിയില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെയാണ് നമുക്കതിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഞാനെപ്പോഴും റെസിപ്പീസ് ഭയങ്കരമായിട്ട് വായിച്ച് നോക്കുന്ന ഒരാളാണ്. ആൻഡ് വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അപ്പം തന്നെ അത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും. ഞാനെപ്പോഴും എൻ്റെ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പണ്ടേ മുതൽ എനിക്ക് റെസിപ്പീസ് വായിച്ചു നോക്കുമ്പോൾ ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ആ റെസിപ്പീസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന റെസിപ്പീസ് ഞാൻ ആദ്യം തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ട്രൈ ചെയ്ത് എൻ്റെ ഒരു ടേസ്റ്റിനത് കൊണ്ടുവരികയും ചെയ്യും. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ വലിയ ഓർഡേഴ്സ് ആകുമ്പോൾ നല്ല പ്ലാനിങ് വേണം. അപ്പോൾ ഇന്നത്തെ ഓർഡറിൽ ബട്ടർ ഗാർലിക് ഫിഷും ബട്ടർ ഗാർലിക് പ്രോൺസൊക്കെ ആയിരുന്നു. അപ്പോൾ ഫിഷും പ്രോൺസൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങിച്ച് വെക്കേണ്ടി വരും. ആൻഡ് ചിലപ്പോൾ അത് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാനിങ് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ടി വരും. എന്നെപ്പോലെ തന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചേച്ചിമാരാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ ഫുൾ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ടും അവരാണ്. അടുത്ത ഡിഷ് അവർ ഓർഡർ ചെയ്തത് ചില്ലി ബീഫാണ്. ഞാനെപ്പോഴും ടെൻഡർലോയിൻ കൊണ്ടാണ് ചില്ലി ബീഫ് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു അടുത്ത പണി. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഹോൾ ഡേ കുക്ക് ചെയ്യുമ്പോൾ മടുത്തു പോവില്ലേ എന്ന്. ബട്ട് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ ഞാനെൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് ഈ ഓർഡേഴ്സ് ഉള്ള ദിവസം സ്ട്രെയിൻ ആണെങ്കിലും ഞങ്ങൾക്കൊരു ഫൺ ഡേ പോലെയാണ്. എനിക്കാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിമാർക്കാണെങ്കിലും. അവക്കാഡോസ് ഉള്ള സാലഡുകൾ നേരത്തെ ഓർഡർ ചെയ്യുമ്പോഴേ ഞാൻ ആ ഓർഡർ എടുക്കാറുള്ളൂ. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് റൈപ്പ് അവക്കാഡോ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ക്രിസ്മസ് ടൈമിൽ ചെയ്ത പാർട്ടി മെനു ഐഡിയാസിൽ ഞാനൊരു ട്യൂണ സാലഡിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ സെയിം റെസിപ്പി അല്ലെങ്കിലും ഏകദേശം ഒരു സെയിം ഡ്രസ്സിംഗ് ഒക്കെ തന്നെയാണ് ഈ ഒരു സാലഡിനും യൂസ് ചെയ്യുന്നത്. ഞാനെൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് തന്നെ വർക്ക് ചെയ്യുന്ന കാരണം ഓരോ ഡിഷ് കഴിയുമ്പോഴും അത്യാവശ്യം ബേസിക് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത ഡിഷിൻ്റെ വർക്ക് തുടങ്ങുകയുള്ളൂ. വീട് മെസ്സായി കിടന്നാൽ ഞാൻ ടോട്ടലി ഡൗൺ ആയി പോകുന്നൊരു കാര്യമാണ്. അപ്പം ഞാനെപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ ഡിഷസും ഉണ്ടാക്കുന്നത്. ആൻഡ് എവറി 1 hour എല്ലാ ഡിഷസും വാഷ് ചെയ്ത് മാറ്റി വെച്ച് ആൻഡ് നമ്മൾ യൂസ് ചെയ്ത സ്പേസും ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ അടുത്ത ഡിഷസിൻ്റെ വർക്ക് തുടങ്ങുള്ളൂ. നെക്സ്റ്റ് അവർ ഓർഡർ ചെയ്തത് പനീർ ബട്ടർ മസാലയായിരുന്നു. ബട്ട് അതിൻ്റെ ഗ്രേവി ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചു. ബിക്കോസ് ചെറിയൊരു പ്രിപ്പറേഷൻ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചില്ലെങ്കിൽ വലിയ ഓർഡേഴ്സ് ആകുമ്പോൾ നമുക്കത് ഡെലിവറി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവിയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രീസ് ചെയ്ത് വെച്ചു. എൻ്റെ ഓർഡേഴ്സിൽ ചെയ്യുന്ന പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ഡിഷ് അവർ ഓർഡർ ചെയ്തത് ചിക്കൻ റോസ്റ്റായിരുന്നു. ബട്ട് അതൊരു കുറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള കാരണം ചിക്കനും തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തു. ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്ത റെസിപ്പീസിൽ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എൻ്റെ പാർട്ടി ഓർഡേഴ്സിൽ പോകുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് പോകുമ്പോൾ കുറച്ച് സെമി തിക്ക് ഗ്രേവിക്ക് വേണ്ടി ഞാൻ ചെറിയൊരു മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തിയിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി നമ്മൾ നേരത്തെ റെഡിയാക്കിയാലും പനീർ എപ്പോഴും ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റാണ്. ആൻഡ് ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന പനീർ ബട്ടർ മസാലയിൽ പനീർ ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല. ബട്ട് ഓർഡേഴ്സിൽ പോകുന്ന പനീർ ബട്ടർ മസാലയിലെ പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് ബേസിക്കലി പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
മെയിൻ ഡിഷായിട്ട് അവർ ഓർഡർ ചെയ്തത് പുലാവായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചു ആൻഡ് ലാസ്റ്റ് മിനിറ്റ് വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് ആഡ് ചെയ്തു. പിന്നത്തെ ഡിഷ് എൻ്റെ യൂഷ്വൽ ഓർഡേഴ്സിൽ എപ്പോഴും പോകുന്ന പോക്ക് റിബ്സ്. ബട്ട് ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ഈ പോക്ക് റിബ്സ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് അതിനപ്പോൾ ചെറിയൊരു പ്ലാനിങ് വേണം. നമ്മൾ നേരത്തെ തന്നെ അത് ഓർഡർ ചെയ്ത് ഫ്രീസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഈ ഒരു റെസിപ്പിയും ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. അവർ ഡെലിവറി ടൈം പറഞ്ഞത് ഏകദേശം ഒരു 7 ഈവനിങ്ങിനാണ്. അപ്പം ഞാനൊരു 5:30 ഒക്കെ ആകുമ്പോൾ സുക്കീനി റോള് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഈ ഒരു ഓർഡറിൽ ബട്ടർ ഗാർലിക് ഫിഷും ബട്ടർ ഗാർലിക് പ്രോൺസൊക്കെ ഉള്ള കാരണം ആൻഡ് അതെപ്പോഴും ലാസ്റ്റ് മിനിറ്റേ നമുക്കത് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു റഷ് ഒഴിവാക്കാനായിട്ട് ബാക്കി എല്ലാ ഡിഷസും ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു. ആൻഡ് ഈ ബട്ടർ ഗാർലിക് ഫിഷും ബട്ടർ ഗാർലിക് പ്രോൺസും നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഒരു 45 മിനിറ്റ്സ് മുമ്പ് ഗ്രില്ല് ചെയ്തു. കാര്യം എന്തൊക്കെയായാലും പാക്ക് ചെയ്ത് ഈ ഡിഷസൊക്കെ പാക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. ബട്ട് എന്നാലും ഫ്രഷ് ഫിഷ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലേവർ കുറേയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട്. ചില ഡിഷസൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് റീഹീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഫുഡ് റീഹീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനായിട്ടുള്ള സ്ലിപ്പും ഈ കണ്ടെയ്നേഴ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് എൻ്റെ ഫുഡ് ഡെലിവറിക്ക് പോകുന്നത്.